നമസ്കാരം. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 2022 ഏതാണ്ട് മാർച്ച് മാസം കേരളത്തിൽ നടന്ന ഒരു പോപ്പുലർ ഫൈനാൻഷ്യൽ സ്കാം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. ഏതാണ്ട് 1000 കോടി രൂപയോളം പബ്ലിക്കിൽ നിന്ന് പിരിച്ച് അതിൻ്റെ ഓണേഴ്സ് ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും തുടർന്ന് അത് പോലീസ് കേസായി അത് അവർ അറസ്റ്റിലേക്ക് പോവുകയൊക്കെ ഉണ്ടായി. പിന്നീട് ഈ കൊല്ലം അധികമായിട്ടില്ല, ഏതാണ്ട് ഓഗസ്റ്റ് 2024 തൃശ്ശൂർ നടന്ന ഒരു ഹിവാൻസ് ഫൈനാൻസ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം. ഇവിടെയും പബ്ലിക്കിൽ നിന്ന് പണം പിരിച്ച് ഉയർന്ന പലിശ നിരക്കും റിട്ടേൺസും പ്രോമിസ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം നടത്തിപ്പുകാർ ആളുകളെ പറ്റിച്ചത്. ഈ രണ്ട് കേസുകളിലും പൊതുവായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർന്ന പലിശ നിരക്കാണ് ഇവർ രണ്ടുപേരും നിക്ഷേപിച്ച ആളുകൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 12% പലിശയാണ് ഇവർ ഓഫർ ചെയ്തിട്ടുള്ളത്. ഇത് കേട്ട വഴി കുറേ NRIസും അതുപോലെ HNIസും എല്ലാം ഇതിലേക്ക് വന്നുപെടുകയും അവരുടെ ഹാർഡ് ഏൺഡ് ലൈഫ് സേവിങ്സ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇവർക്ക് കൊടുക്കുകയും പിന്നീട് ആ പൈസ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. ഇപ്പോഴും ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് ലീഗൽ കേസ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരം കേസുകളിൽ പൊതുവായിട്ട് കാണാറുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് കഴിഞ്ഞാണ് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവുകയും ഈ പൈസ നിക്ഷേപിച്ച ആളുകൾക്ക് അത് തിരിച്ച് കിട്ടുകയും കിട്ടുകയാണെങ്കിൽ തന്നെ. ഇത് ഏറ്റവും എന്നെ സംബന്ധിച്ച് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള, ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ മലയാളികൾക്ക് എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അവയർനെസ് ഇല്ല എന്നുള്ളത്. കാര്യം മറ്റെല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. അപ്പോൾ നിങ്ങൾ കേരളത്തിന് പുറത്ത് എവിടെ പോവുകയാണെങ്കിലും ഏത് പ്രൊഫഷനിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ മലയാളികൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് ഏറ്റവും വലിയ HR സോഴ്സാണ് കേരളം. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെയധികം ക്വിക്ക് ലേണേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് മലയാളികൾ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് മലയാളികൾ പിന്നോക്കം നിൽക്കുന്നത്. ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി. ജോലി നേടാനും സമ്പത്തുണ്ടാക്കാനും അറിയാം, പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ല. പോപ്പുലർ ഫൈനാൻസും അതുപോലെ ഹിവാൻസ് ഫൈനാൻസും ഞാൻ മെൻഷൻ ചെയ്ത രണ്ട് കേസുകൾ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ഫ്രോഡ് കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഫൈനാൻഷ്യൽ ലിറ്ററസി കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെ അവരുടെ സ്കൂൾ കാലഘട്ടം മുതൽക്ക് തന്നെ പണം കൈകാര്യം ചെയ്യാനും പണം തട്ടിപ്പറിക്കാൻ സമൂഹത്തിലുള്ള ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രോഡിലൻറ്റ് ഓർഗനൈസേഷൻസ് ഇവരെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ബാങ്ക് പലിശയേക്കാൾ 1-2% ഉയർന്ന് റിട്ടേൺ നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ. 10-20 വർഷമായി ഞാൻ ഫൈനാൻഷ്യൽ ജേർണലിസം ചെയ്യുന്നു. ഈസി മണി ഈസ് നോട്ട് ട്രൂ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ദ പ്രൊഡക്റ്റ്. നിങ്ങളെയാണ് ട്രാപ്പ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ബാങ്ക് പലിശ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് വലിയ ബാങ്കുകളുടെ കണക്കാണ് ഞാൻ പറയുന്നത്, ഏതാണ്ട് 7 to 8% ആണ് ഒരു 2 to 3 year മെച്യൂരിറ്റി ഡെപ്പോസിറ്റ്സ്. ആ ഒരു മെച്യൂരിറ്റിയാണ് ഏറ്റവും കൂടുതൽ പലിശ നൽകുന്ന ഒരു ബ്രാക്കറ്റ്. അതിലും കൂടുതൽ ഈ 7 to 8%, 7% മുതൽ 8% വരെ പലിശ ബാങ്കുകൾ നൽകുന്ന സമയത്ത് അതിലും 4, 5, 6, 10% കൂടുതൽ, 12 മുതൽ 20% വരെ വാർഷിക പലിശ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഏത് സ്കീമുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം അതിലേക്ക് നിങ്ങളുടെ പണം നിക്ഷേപിക്കാൻ. ഈ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ മലയാളി സഹോദരങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു പോപ്പുലർ സ്കാമോ അല്ലെങ്കിൽ ഹിവാൻ സ്കാമോ പോലെയുള്ള ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത്. സംതിങ് ദാറ്റ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ ഈസ് നോട്ട് റിയൽ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര വിധം നല്ല
അവിശ്വസനീയമായ ഒരു ഓഫർ ഒരാൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഹൈ റിട്ടേൺ, പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്നുള്ള അത്യാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാശത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുവയ്പ്പാണ് അത്. അതിന് പകരമായി നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ പണം, ഹാർഡ് സേവിങ്സ്, ലൈഫ് സേവിങ്സ്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എന്നുപോലെയുള്ള അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ബോണ്ടുകൾ, ഇവിടെയെല്ലാം നമ്മൾ നിക്ഷേപിച്ചാൽ നമ്മൾക്കൊരു റീസണബിൾ ആയിട്ടുള്ള 7 to 9% റിട്ടേൺ വളരെ സേഫായും ഈസിയായും നമുക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, അതുപോലെ ചെറിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്നിവ വളരെ ഉയർന്ന നിരക്കിലുള്ള പലിശ നിരക്കാണ് അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇപ്പോൾ നൽകുന്നത്. ഇതെല്ലാം താരതമ്യേന റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരാൾ നിങ്ങളെ വിളിച്ചു, നിങ്ങൾക്ക് 12%, 20% പലിശ നൽകാം, എൻ്റെ ഫൈനാൻസ് സ്ഥാപനത്തിൽ നിങ്ങൾ പൈസ ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ തീർച്ചയായിട്ടും 2 തവണ അല്ല 10 തവണ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ. കാരണം ഇത്തരം സ്ഥാപനങ്ങളൊന്നും നമ്മൾ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ലൈസൻസ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിരിക്കില്ല. ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ സർവീസസ് സ്ഥാപനങ്ങളുടെ റെഗുലേറ്റർ എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ കീഴിൽ വരുന്നതാണ് ബാങ്കുകൾ, NBFCs, നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ്, അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നിവയെല്ലാം. മറ്റുള്ള ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അതായത് ഇപ്പോൾ പോപ്പുലർ ഫൈനാൻസിൻ്റെ കേസിലാണെങ്കിലും ഹ്യൂവാൻസിൻ്റെ കേസിലാണെങ്കിലും പ്രോപ്പർ രജിസ്ട്രേഷനോ പ്രോപ്പർ ലൈസൻസിങ്ങോ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. ആദ്യം തന്നെ ഒരാൾ നിങ്ങളെ ഹൈ റിട്ടേൺ പ്രോമിസ് ചെയ്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് അവർ അംഗീകൃതമാണോ, അവരുടെ ലൈസൻസിങ് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആണോ, അവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്, കാരണം പണം നിക്ഷേപിക്കുന്നത് നിങ്ങളാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ഒരിക്കലും നിങ്ങൾ അവിടെ പണം അവർ വിശ്വസിച്ചേൽപ്പിക്കരുത്. ഇല്ലീഗലായിട്ടുള്ള, റെഗുലേറ്റഡ് അല്ലാത്ത ഒരു സ്ഥാപനത്തിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ ഏൽപ്പിക്കരുത്, കാരണം നിങ്ങൾ നാശത്തിലേക്കുള്ള വഴിയാണത്. മറ്റൊന്ന്, ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്കാമുകളിൽ, ഫൈനാൻഷ്യൽ സ്കാംസിൽ ഭൂരിഭാഗവും ചെറുകിട ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ചിട്ടി കമ്പനികളും അതുപോലുള്ള സ്ഥാപനങ്ങളുമാണ്. ഇതൊക്കെ ഒരുപാട് കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു, കാരണം ആളുകൾക്ക് ബാങ്കിങ് സിസ്റ്റത്തിനെ പറ്റിയോ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സിനെ പറ്റിയോ യാതൊരു അറിവുമില്ലാതിരുന്ന, നോളജ് ഇല്ലാതിരുന്ന സമയത്ത് ഇതൊക്കെ വീടിന് ചുറ്റും കാണുന്ന ചെറിയ ചെറിയ കമ്പനികളും അല്ലെങ്കിൽ തൊട്ടടുത്ത ടൗണിൽ നടക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളായിരുന്നു അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ആകെ ഉപാധി. പക്ഷേ ഇന്ന് ആ സിറ്റുവേഷൻ വളരെയധികം ചേഞ്ച് ആയിരിക്കും. നിങ്ങളുടെ മൊബൈലിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം അംഗീകൃതമായിട്ടുള്ള എല്ലാ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സിനെ പറ്റിയും, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ആക്സസ് ടു ഫോർമൽ ഫൈനാൻഷ്യൽ സർവീസസ് വളരെയധികം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു നല്ല ഫൈനാൻഷ്യൽ അഡ്വൈസറെ സമീപിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കാവുന്ന ഒരു ഇൻഫർമേഷനാണത്. നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള പണം ഒരു വലിയ തുകയാണെങ്കിൽ, 5-10 ലക്ഷമാണെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം, അയാൾക്കൊരു നിശ്ചിത ശതമാനം ഫീസ് കൊടുത്തിട്ടാണെങ്കിൽ പോലും അത് തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല. കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ഗുണമേ ചെയ്യും. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് ഇപ്പോൾ പൊതുവെ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ഒരുപാട് ആർട്ടിക്കിൾസ്, അതല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെബ്സൈറ്റ്, ഇവിടെയെല്ലാം അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റും, അതുപോലെ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ട്സിലേക്ക് പോകരുത്, ഏതിലേക്കൊക്കെ പോകാം, നിക്ഷേപിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള FAQs ഒക്കെ അവൈലബിൾ ആണ്. ഇതൊന്നുമില്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള
ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളെയോ ഫൈനാൻഷ്യൽ നോളജ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സമീപിച്ച് അവരോട് ഉപദേശം തേടുക. ഇനി കേരളത്തിൽ നിന്ന് ഒരു ഫൈനാൻഷ്യൽ സ്കാം വാർത്ത ദേശീയ തലത്തിൽ വരാതിരിക്കട്ടെ. താങ്ക് യു.